വെൽക്കം ടു ശ്രീലക്ഷ്മി സ്റ്റെനോ അക്കാഡമി. ഡിയർ സ്റ്റുഡൻസ്, അടുത്തതായിട്ട് ഷൺഹുക്കിൻ്റെ സെക്കൻഡ് പാർട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഷൻ ഫോളോയിങ് സർക്കിൾ എസ് ആൻഡ് എൻ എസ്. ഷൻ എന്നുള്ള സൗണ്ട് കഴിഞ്ഞിട്ട് സർക്കിൾ എസ്സോ എൻ എസ്സോ വരികയാണെങ്കിൽ എങ്ങനെയാണ് അത് ഷൺഹുക്ക് ഇടേണ്ടതെന്നുള്ളതാണ്. വെൻ ഷൻ ഫോളോസ് സർക്കിൾ എസ് ഓർ എൻ എസ്, ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ എ സ്മോൾ ഹുക്ക് റിട്ടൺ ഓപ്പോസിറ്റ് സൈഡ് ടു ദ സർക്കിൾ. ഷണ്ണ് എന്നുള്ള സൗണ്ട് കഴിഞ്ഞിട്ട് എസ് അല്ലെങ്കിൽ എൻ എസ് എന്നുള്ള സൗണ്ട് വരുമ്പോഴത്തേക്കും നമ്മളൊരു ചെറിയ ഹുക്കാണ് കൊടുക്കുന്നത്. ആ ഹുക്കിന് ഇൻസ്ക്രൈബ്ഡ് ഷൻ ഹുക്ക് എന്നാണ് പറയുന്നത്. ആ ഹുക്ക് കൊടുത്തിട്ടാണ് എഴുതുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഡെസിഷൻ എന്നുള്ളൊരു വേർഡാണ്. അപ്പോൾ ഡെസിഷൻ എന്നുള്ള വേർഡിൽ ഡെസ് എന്നുള്ള എസ് എന്നുള്ള സൗണ്ട് കഴിഞ്ഞിട്ടാണ് ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യം ഡിസിഷൻ എന്നുള്ള ഡെസ് എന്നുള്ള സർക്കിൾ കൊടുത്തിട്ട് അതിന് ചുറ്റി ഇപ്പുറത്ത് ഒരു ചെറിയ ഹുക്കായിട്ട് ഇടണം. ഇതാണ് ഇൻസ്ക്രൈബ്ഡ് ഷൻ ഹുക്ക്. അപ്പോൾ ഡെസിഷൻ അങ്ങനെ എഴുതുക. അതുപോലെ ഡിസ്പെൻസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഡിസ്പെൻ എന്നാണ് വരുന്നത്. ഡിസ് എന്ന് പറയുമ്പോൾ ഡി സർക്കിള് വന്നിട്ട് പെൻ എന്ന് പറയുമ്പോൾ എൻ സൈഡ് കൂടെ തിരിയണം. അപ്പോൾ ഈ പി ഇങ്ങനെ എടുത്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പി റൈറ്റിലോട്ട് വരുന്ന സ്ട്രോക്ക് ആയതുകൊണ്ടാണ് ആ വാക്കിനാണ് ഇങ്ങോട്ട് പി എടുത്തിട്ട് എൻ സൈഡിൽ കൂടെ സർക്കിൾ തിരിഞ്ഞ് ഹുക്കായിട്ട് വരണം. എൻ സെഷൻ എന്ന് വരുമ്പോഴത്തേക്ക് എൻ സൈഡിൽ കൂടെ തിരിഞ്ഞ് വരണം. എൻ സൗണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ എസിൻ്റെ സൈഡിൽ കൂടെ തിരിഞ്ഞ് വരാം. അടുത്തത് എ തേർഡ് പ്ലേസ് വൗവൽ ബിറ്റ്വീൻ ദ സർക്കിൾ ആൻഡ് ദ ഷൻ ഈസ് എക്സ്പ്രസ്ഡ് ബൈ വൗവൽ സൈൻ ബീങ് റിട്ടേൺ ഔട്ട്സൈഡ് ദ ഹുക്ക്. അപ്പോൾ നമ്മളിങ്ങനെ എഴുതുമ്പോഴത്തേക്കും തേർഡ് പ്ലേസ് വൗവൽ വരികയാണെങ്കിൽ അത് ഈ സർക്കിളും ഷണ്ണും കഴിഞ്ഞിട്ട് അതിൻ്റെ ഔട്ട് സൈഡിൽ തേർഡ് പ്ലേസ് വൗവൽ കാണിക്കാം. ഫോർ എക്സാമ്പിൾ പൊസിഷൻ, ഈ സർക്കിൾ ഷൻ കൊടുത്തിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഫിസിഷ്യൻ അതുപോലെ എഫ് സർക്കിൾ ഷൻ. പിന്നെ സർക്കിളസ് മേ ബി ആഡഡ്. ഇത് കഴിഞ്ഞിട്ട് സർക്കിളസിൻ്റെ സൗണ്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം. പൊസിഷൻ എന്ന് പറയുന്നതിൻ്റെ കൂടെ പൊസിഷൻ്റെ ആ ഹുക്ക് കഴിഞ്ഞിട്ട് അതിൻ്റെ എൻഡിൽ ഒരു സർക്കിൾ എസ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പൊസിഷൻസ് എന്ന് വായിക്കാം. അതുപോലെ ട്രാൻസിഷൻസ് എന്ന് വരുമ്പം ട്രാൻസിഷൻ എന്ന് എഴുതിയിട്ട് ഒരു എസ് കൂടെ ആഡ് ചെയ്യാം. നെക്സ്റ്റ് സെക്കൻഡ് പ്ലേസ് വൗവൽ ബിറ്റ്വീൻ ദ സർക്കിൾ ആൻഡ് ഷൻ ഇറ്റ് നീഡ് നോട്ട് ബി ഇൻഡിക്കേറ്റഡ്. ഇപ്പോൾ സെക്കൻഡ് പ്ലേസ് വൗവൽ വരികയാണെങ്കിൽ ഈ സർക്കിളിൻ്റെയും ഷണ്ണിൻ്റെ ഇടയിൽ സെക്കൻഡ് പ്ലേസ് വൗവൽ വരികയാണെങ്കിൽ അത് കാണിക്കണമെന്നില്ല. ഇപ്പോൾ പൊസഷൻ എന്ന് പറഞ്ഞാൽ പി സർക്കിള് ഹുക്കിട്ട ഷണ്ണ് അതുപോലെ സെൻസേഷനാണ് സർക്കിള് എൻ സർക്കിൾ ഷണ്ണ്, അങ്ങനെ എഴുതിയാൽ മതി. നെക്സ്റ്റ് ഷൻ ഹുക്ക് മീഡിയലായിട്ട് ഷൻ ഹുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഷൻ ഹുക്ക് മേ ബി യൂസ്ഡ് മീഡിയലി. അപ്പോൾ എക്സാമ്പിൾ വരുമ്പോഴത്തേക്ക് അഡീഷണൽ എന്ന് പറയുമ്പോൾ അഡീഷൻ നമ്മൾ സാധാരണ എഴുതുന്നത് പോലെ എഴുതിയിട്ട് എല്ല് ഡൗൺവേർഡായിട്ടാണ് കൊടുക്കുന്നത്, അഡീഷണൽ. അടുത്തത് ആക്ഷനബിൾ. ആക്ഷൻ കെ ഷണ്ണ് കൊടുത്തിട്ട് ബെല്ല് അവിടെ കൊടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ബി എല്ലായിട്ട് വേണം ആക്ഷനബിൾ എഴുതാനായിട്ട്. അത് ഡിവോഷണൽ ഡി വി ഷൻ ഹുക്ക് അപ്പോർഡ് എൽ, ഇതാണ് ഡിവോഷണൽ. മീഡിയലായിട്ട് സർക്കിൾ ഈ ഷൻ ഹുക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം പഠിച്ച ഷൻ തന്നെയാണ് എഴുതേണ്ടത്. ഇൻസ്ക്രൈബ്ഡ് ഷൻ ഹുക്ക് എന്ന് പറയുന്ന എസ് എൻ എസും വരുന്ന സമയത്ത് മാത്രം ഇട്ടാൽ മതി. അടുത്തത് വേർഡ്സ് എൻഡിങ് യുവേഷൻ ആൻഡ് യൂഷൻ. എൻഡ് ചെയ്യുമ്പം ഈ സൗണ്ട് വരികയാണെങ്കിൽ പിന്നെ ഡിത്തോങ് ആൻഡ് വൗവൽ ഒക്കർ മീഡിയലി ബിഫോർ ഷൻ ദ സ്ട്രോക്ക് ഇഷ് ആൻഡ് ഹുക്ക് എൻ മസ്റ്റ് ബി റിട്ടേൺ. അതായത് ഡിത്തോങ് ആൻഡ് വൗവൽ എന്ന് പറയുമ്പോൾ ട്രൈഫോൺ. അപ്പോൾ നമ്മൾ സാധാരണ ഷൻ എന്ന് പറയുന്നതിന് മുമ്പ് ട്രൈഫോൺ വരികയാണെങ്കിൽ നമുക്ക് ഷൻ ഹുക്ക് ഇടാൻ പറ്റത്തില്ല. കാരണം ട്രൈഫോൺ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്ട്രോക്ക് വേണം. അതുകൊണ്ട് ഇഷും എന്നും ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ടത്. ഇപ്പോൾ എക്സ്റ്റെനുവേഷൻ എന്നുള്ളൊരു വേർഡ് വരുമ്പോഴത്തേക്കും കെ സർക്കിൾ ടി എൻ പിന്നെ ഇഷ് ഹുക്കനാണ് കൊടുത്തിരിക്കുന്നത്, എന്നിട്ട് ആ ട്രൈഫോൺ സൈൻ അവിടെ കൊടുക്കണം. പിന്നെ ഇൻറ്റ്യൂഷൻ വരുമ്പോഴത്തേക്കും എൻ ടി ഡൗൺവേർഡ് ഇഷ് ഹുക്കനാണ് എഴുതിയിരിക്കുന്നത്, അതിലും ആ സൈൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ. പിന്നെ ഉള്ളത് അക്സെനുവേഷൻ പെർപെൻറ്റുവേഷൻ. ഈ രണ്ട് വേർഡിലും ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഇപ്പോൾ അക്സെനുവേഷൻ എന്നുള്ള വേർഡും ഇത് രണ്ട് വേർഡും ലെങ്തി ഔട്ട്ലൈനാണ്. അപ്പോൾ ഇതിൽ വന്ന് നമ്മൾ ഇഷ് ഹുക്കൻ കൊടുത്ത് എഴുതുകയാണെങ്കിൽ കുറേ കൂടെ ലെങ്തി ആയിപ്പോൾ ഔട്ട്ലൈൻ. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാനായിട്ട് അതിൽ ഷൻ ഹുക്ക് കൊടുത്താണ് എഴുതുന്നത്. അക്സെനുവേഷൻ എന്ന് പറയുമ്പോൾ കെ സർക്കിൾ എൻ ടി ഷണ്ണ് എന്നിട്ട് ട്രൈഫോൺ സൈൻ വെളിയിൽ കൊടുത്താൽ മതി. പെർപെൻറ്റുവേഷൻ അതുപോലെ
പി റേ പി ടി ഷണ്ണ് കൊടുത്തിട്ട് ട്രൈഫോൺ സൈൻ അതിൻ്റെ തേർഡ് പ്ലേസിൽ കൊടുക്കുന്നു. ഈ 2 വേർഡ്സ് മാത്രം ഇങ്ങനെ വേണം എഴുതാനായിട്ട്. താങ്ക് യു.